പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ ഒരു കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ അതിന് യാഥാർത്ഥ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിസരം വേണം എന്ന് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കണ്ട 2 വാർത്തകൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങൾ കൊടുത്തൊരു വാർത്ത, നേതൃത്വത്തെയും പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല. ആരെങ്കിലും പിന്നെ വരരുതെന്നോ മറ്റോ നിർദ്ദേശമോ? പിന്നെ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായി, ചില മാധ്യമങ്ങൾക്ക് ഞാൻ മൗനത്തിലാണെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ ആരോപണം വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വളരെ വിശദമായ മാധ്യമ സമ്മേളനം നടത്തിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നിയപ്പോൾ അത് ഞാൻ പിന്നെയും മറ്റൊരവസരത്തിൽ അതിനകത്തും ക്ലാരിഫിക്കേഷൻ വരുത്തിയ ആളാണ് ഞാൻ. ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത്, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ 18ാമത്തെ വയസ്സിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം, എനിക്ക് യാതൊരു വിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല. മാത്രമല്ല, എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. രാഹുൽ തന്റെ തിരിച്ചുവരവ്, അതായത് രാഷ്ട്രീയ ജീവിതത്തിന്റെ 2ാം ജൈത്രയാത്ര, അത് വളരെ ഗംഭീരമാക്കിയിരിക്കുന്നു, അത് വളരെ പവർഫുൾ ആക്കിയിരിക്കുന്നു. അത്യധികം ശക്തിയോടുകൂടി അയാൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചുവരവ് തന്നെ വേട്ടയാടിയവരുടെ, തന്നെ മാധ്യമ വിചാരണ നടത്തിയവരുടെ കാരണപ്പടം അടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് അയാൾ തിരിച്ചുവരവിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ഇന്ന് രാവിലെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്ന ഉടനെ ആദ്യം മാധ്യമങ്ങളെല്ലാം ഉറ്റുനോക്കിയത്, അവരുടെ അന്വേഷണാത്മകമായ ആ മാധ്യമ പ്രവർത്തനം നടത്തിയത്, രാഹുൽ വരുമോ? രാഹുൽ വന്ന ഉടനെ അടുത്ത വാർത്ത എന്താണെന്നറിയാമോ? കോൺഗ്രസ് ധിക്കരിച്ചു, കോൺഗ്രസിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചു, വരരുതെന്ന് പറഞ്ഞിട്ടും വന്നു. ഇത്തരത്തിൽ സതീശനുള്ള താക്കീതാണ് രാഹുലിന്റെ വരവ്. ഇത്തരത്തിൽ എന്താ വാർത്തകൾ, എന്താ ഹെഡിങ്ങുകൾ, തലക്കെട്ടുകൾ വളരെ ഗംഭീരം. പച്ച നുണ. ഒരു മാന്യതയും ഒരു നെറികേടും ഒരു മര്യാദയും ഇല്ലാതെ നെറികെട്ട രാഷ്ട്രീയ ഈ മാധ്യമ പ്രവർത്തനം. നെറികെട്ട് ഒരു പച്ച നുണകൾ ഇങ്ങനെ പടച്ചു വിടാൻ ഒരു ഉളുപ്പുമില്ല, ഒരു ജാള്യതയുമില്ല, ഒരു എന്താ പറയേണ്ടത്, നമുക്കൊരു നുണ പറയാനൊരു അറപ്പുണ്ടാവില്ലേ, അതുപോലും ഇല്ലാതെ പച്ച നുണ പൊതുമധ്യത്തിലേക്ക് ഇങ്ങനെ പടച്ചു വിടുക. രാഹുൽ എന്താണെങ്കിലും കാര്യങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു. എന്തായാലും രാഹുലിന്റെ ഈ ബൈറ്റ് നിങ്ങൾക്ക് കേൾപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. രാഹുലിന് ഈ വാർത്താ സമ്മേളനം നിങ്ങൾ തന്നെ കാണിക്കുമല്ലോ. നിങ്ങൾ തന്നെ എഴുതി വിട്ടു, സതീശനെ മറികടന്ന് രാഹുൽ സഭയിൽ, സതീശനെ ധിക്കരിച്ച് രാഹുൽ സഭയിൽ.
കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളി രാഹുൽ സഭയിൽ എന്നൊക്കെ നിങ്ങൾ തന്നെ പടച്ചു വിട്ടല്ലോ. നിങ്ങൾ തന്നെ ഈ രാഹുലിന്റെ വാർത്താ സമ്മേളനം പൊതുമധ്യത്തിലേക്ക് വിടുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്. നിങ്ങൾക്ക് ഒരു ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞങ്ങൾ പറഞ്ഞതിനെയാണല്ലോ ഈ രാഹുൽ ഖണ്ഡിക്കുന്നത് എന്നുള്ള ഒരു ജാള്യത നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ നുണകൾ, നിങ്ങൾ ഈ പച്ച നുണ പറിച്ചു വിടുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള തോന്നൽ, അതല്ലെങ്കിൽ ജനം ഇത് കാണുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ആ ഒരു മെന്റാലിറ്റി എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവണ്ടേ? ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ? നിങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്ന ജീർണതകൾക്കെതിരെ, സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഒക്കെ ഭയങ്കരമായ വാർത്തകൾ പടച്ചുവിടുകയും ഭയങ്കര ലോജിക്കും മൊറാലിറ്റിയും മെന്റാലിറ്റിയും അതുപോലെ ധാർമ്മികതയും ഒക്കെ ഉയർത്തിപ്പിടിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്നവരാണ്. ബട്ട് രാഹുലിന്റെ കാര്യത്തിൽ പച്ച നുണകൾ മാത്രമേ ഞങ്ങൾ പടച്ചുവിടുകയുള്ളൂ, രാഹുലിന്റെ കാര്യത്തിൽ നുണകൾ മാത്രമേ ഞങ്ങൾ എഴുതി പിടിപ്പിക്കുകയുള്ളൂ എന്നൊരു വാശി മാധ്യമങ്ങൾക്ക്. ഇന്നിപ്പോൾ രാവിലെ കണ്ടതിനെ കുറിച്ചാണ് മാധ്യമങ്ങളോട് രാഹുൽ പറഞ്ഞത്. എന്നിട്ട് ഒരു അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിലൊരു കുത്തുണ്ടാവില്ലേ നമുക്ക്? ഇപ്പം നമ്മൾ പറയുന്ന കാര്യത്തിനെതിരായി സംഭവിക്കുമ്പോൾ, യാഥാർത്ഥ്യം അതാവുമ്പോൾ, ആ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ കൊടുക്കുമ്പോൾ, ആ യാഥാർത്ഥ്യം കൂടി നിങ്ങളിങ്ങനെ മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ആ ഒരു ടെലികാസ്റ്റിങ്ങിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വിടുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നില്ലേ, അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ പറഞ്ഞതിന് നേരെ എതിരാണല്ലോ ഈ പുറത്തു വിടുന്നത്. അറ്റ്ലീസ്റ്റ് ആ സത്യം മറച്ചു വെക്കാനുള്ള ഒരു കാര്യമെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? അങ്ങനെയാണല്ലോ. ഇത് കള്ളത്തരം കാണിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു മാന്യതയുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ അതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുകയും ചെയ്യുന്നു. എന്ത് നെറികെട്ട ഏർപ്പാടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്ത് നെറികെട്ട ഏർപ്പാടാണ്? രാഹുൽ എന്ന് പറയുന്നത് അയാൾ പ്രായം കൊണ്ട് അയാൾ ചെറുതാണെങ്കിലും അയാളുടെ എക്സ്പീരിയൻസും അയാളുടെ അനുഭവങ്ങളും എന്ന് പറയുന്നത് ഒരു തലമുതിർന്ന നേതാവിനേക്കാളും വലിയ അനുഭവങ്ങളും എക്സ്പീരിയൻസും പാർട്ടിയിലുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് നിങ്ങൾ മറക്കരുത്. ഒരു സസ്പെൻഷനിലുള്ള ഒരു പ്രവർത്തകന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നല്ല ബോധമുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അതിനപ്പുറത്തേക്ക് പാർട്ടി പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പൊതുപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ എങ്ങനെ മുൻകൂട്ടി കൊണ്ടുപോകണമെന്നുള്ള നല്ല ധാരണയുള്ള, അതിനെക്കുറിച്ച് നല്ല വിവരമുള്ള, ആഴത്തിലുള്ള അറിവുള്ള, അതിനേക്കാൾ ഉപരി കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അയാളുടെ കോമൺ സെൻസിനെയും അയാളുടെ രാഷ്ട്രീയ ബോധത്തെയും അയാളുടെ പൊതുബോധത്തെയും അയാളുടെ സാമൂഹ്യ ബോധത്തെയും ഒന്നും ചോദ്യം ചെയ്യാൻ മാത്രം കെൽപ്പുള്ള ഒരു മാധ്യമ പ്രവർത്തകനും ഇല്ലെന്നേ. നിങ്ങൾക്കൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ചാനലുകളുടെ അജണ്ടകൾക്ക്, ആ സ്ഥാപനത്തിന്റെ അജണ്ടകളും അവർ തരുന്ന നക്കാപ്പിച്ചകളും, നിങ്ങൾക്ക് പെയ്ഡ് ന്യൂസുകൾ പടച്ചുവിടാൻ വേണ്ടി, പച്ചക്കള്ളങ്ങൾ പടച്ചുവിടാൻ വേണ്ടി മറ്റു ചിലർ തരുന്ന നക്കാപ്പിച്ചകളും ഒക്കെ നക്കിയിട്ട് അതിന് വാലാട്ടിക്കൊണ്ട് കുരച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാവുമായിരിക്കാം. ബട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ രാഹുലിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ആ സ്കെയിൽ, അതിനേക്കാൾ വലുതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ കഴിവുകൾ, അയാളുടെ ആഴത്തിലുള്ള അറിവുകൾ, അയാളുടെ രാഷ്ട്രീയ ബോധങ്ങൾ, അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ മാത്രം മാധ്യമങ്ങളെ നിങ്ങൾ വളർന്നിട്ടില്ല. അതാണ് അതിൻ്റെ ശരി. പച്ചവീട നുണകൾ, ഇത്തരത്തിൽ പച്ചക്ക് നുണകൾ പടച്ചു വിടാൻ അതിനും ഒരു ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ്. ഇതല്ലേ നമ്മൾ സാധാരണ പച്ച മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ല പറയല്ലേ? ഒരു ഉളുപ്പ്, ഒരു മര്യാദ, ലേശം മര്യാദ. അത് രാഹുലിനോട് ആ മര്യാദ നിങ്ങൾ കാണിക്കണ്ട. ആ കമ്മിറ്റ്മെന്റ് രാഹുലിനോട് നിങ്ങൾ കാണിക്കണ്ട. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടും നിങ്ങൾ ആ മര്യാദ കാണിക്കണ്ട. നിങ്ങൾ UDF-നോടും ആ മര്യാദ കാണിക്കണ്ട. നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ കേൾക്കുന്ന പൊതുജനത്തിനോട് ഒരു ചെറിയ മര്യാദ, ഒരു ലവലേശം ഈ നിങ്ങൾ പടച്ചുവിടുന്ന നുണകൾ ഇവർ കേൾക്കുകയാണല്ലോ എന്ന് അവരെ നോക്കി, പൊതുജനത്തെ നോക്കി ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കാതെ അവരോടൊരു കമ്മിറ്റ്മെന്റ്, ഈ സമൂഹത്തോടൊരു ബാധ്യത, ഒരു റെസ്പോൺസിബിലിറ്റി, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? അതല്ലേ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ പണിക്ക് നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേറെ എത്ര ജോലികളുണ്ട്? നുണകൾ പറയാനും നുണകൾ പടച്ചുവിടാനും ഒരു മാധ്യമ പ്രവർത്തകന്റെ ലേബലിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇറങ്ങിത്തിരിച്ച് ഇത്തരത്തിൽ പച്ച നുണകൾ പടച്ചുവിടുന്നത് എന്തിനാണ്?
അയാൾ തിരിച്ചു വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നല്ല, നിങ്ങൾ അത്യാഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അതിയായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവരുത് എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമാണ് നിങ്ങൾ ഇത്രയധികം പച്ച നുണകൾ പടച്ചുവിട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നെറികേടും മര്യാദയും മാന്യതയും ഒക്കെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നിങ്ങൾ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തിയത്. ബട്ട് നിങ്ങൾ ഓർത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി, നിങ്ങൾ വേട്ടയാടുന്ന വ്യക്തി, അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു. അയാളെ കവച്ച് വെക്കാൻ മാത്രം നിങ്ങൾക്ക് കഴിയില്ലടോ, നിങ്ങൾക്ക് കഴിയില്ല. അത് അങ്ങനെയാ. കാരണം നിങ്ങളുടെ അളവുകോലുകൾ അയാളെ അയക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. നിങ്ങളുടെ അളവുകോലുകൾ അയാളെ അളക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അയാളെ കണക്ക് കൂട്ടാനും അയാളെ മുൻകൂട്ടി കാണുവാനും ഒന്നും സാധിക്കാത്തത്. നിങ്ങളെ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തുന്നത് വരെ, അതിനുശേഷം നിയമസഭയിൽ കയറിയിട്ട് അവിടുന്ന് നിയമസഭ കഴിഞ്ഞ് നിയമസഭയിൽ പുറത്തിറങ്ങിയിട്ട് നിങ്ങളെ എത്ര തവണ അയാൾ വട്ടം കറക്കി? നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അയാളെ പിന്തുടർന്നില്ലേ? അയാൾ എങ്ങോട്ട് പോയി, അയാൾ എന്ത് ചെയ്തു, അയാൾ നിങ്ങളെ ഒന്ന് ഇമ്മ വരപ്പിക്കുകയായിരുന്നു. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മരപ്പൊട്ടന്മാരാണല്ലോ നിങ്ങൾ. നിങ്ങളാണോ മാധ്യമപ്രവർത്തകര്? നിങ്ങളാണോ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം നടത്തുന്നവര്? നിങ്ങളാണോ സമൂഹത്തെ ധാർമ്മികത പഠിപ്പിക്കുന്നവര്? ഇത്രയും വലിയ മണ്ടന്മാർ കേരളത്തിന്റെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന, നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാടധികം മാധ്യമ പ്രവർത്തകരുണ്ട് കേട്ടോ. അവർക്കെല്ലാവർക്കും നാണക്കേടുണ്ടാക്കുന്ന, എന്താ പറയുക, പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില ആളുകൾ രാവിലെ സഭയിൽ നിന്നിറങ്ങി രാഹുലിന്റെ വണ്ടി പിന്തുടരുക, രാഹുൽ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കുക, പൊട്ടന്മാർ. എന്നിട്ട് രാഹുലിന്റെ പുറകെ വണ്ടിയിൽ കറങ്ങുക. രാഹുലോ ഈ പൊട്ടന്മാർ പുറകിൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് ഉമ്മ വരപ്പിക്കാൻ വേണ്ടി ഒരു റൗണ്ട് തിരുവനന്തപുരത്തൂടെ ഇങ്ങനെ കറങ്ങി. ഒന്ന് പോയി യൂട്ടേൺ അടിച്ച് വീണ്ടും വന്ന്, പിന്നെ ഒന്ന് റൈറ്റ് എടുത്ത് പോയി, അവിടുന്ന് റൂട്ടേൺ എടുത്ത് വന്ന് വീണ്ടും ഒന്ന് ലെഫ്റ്റ് എടുത്തു, വീണ്ടും പോയി, വീണ്ടും ഒരു യൂട്ടേൺ എടുത്ത് വന്ന്. ഇതിനൊക്കെ പൊട്ടന്മാരെ ക്യാമറയും മൈക്കും പിടിച്ചോണ്ട് ഇതാ രാഹുൽ പോകുന്നു, ഇതാ രാഹുൽ പോകുന്നു, ഇതാ രാഹുൽ പോകുന്നു. എന്താടോ നിങ്ങളുടെ അവസ്ഥ? നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഒരു കോമാളിയെ കാണുന്നത് പോലെയാണ് ഞങ്ങൾക്ക്